ഇനി ടെക് ലോകത്തെ വാർത്തകൾ. വോഡഫോൺ ഐഡിയയുടെ കുടിശ്ശിക തീർപ്പാക്കിയേക്കും. ഏകദേശം 2 ട്രില്യൺ രൂപയുടെ കുടിശ്ശികയാണ് വോഡഫോണിനുള്ളത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി വോഡാഫോൺ ഐഡിയയുടെ കുടിശ്ശിക തീർക്കാൻ ഇന്ത്യ UK ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നീക്കം. ഏകദേശം 2 ട്രില്യൺ രൂപയുടെ കുടിശ്ശികയാണ് വോഡാഫോണിനുള്ളത്. പലിശയും പിഴകളും ഒഴിവാക്കിയേക്കാം. ഒറ്റത്തവണ തീർപ്പാക്കാനുള്ള ശ്രമവും നടക്കുന്നു. കുടിശ്ശികയുള്ള മറ്റ് ടെലികോം ഓപ്പറേറ്റർമാരിൽ നിന്ന് നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തിയാകും സർക്കാർ നീക്കം. ഇതിനുള്ള ചട്ടക്കൂട് സർക്കാർ തയ്യാറാക്കുന്നതായാണ് വിവരം. വോഡാഫോണിന് പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനുള്ള വഴിയൊരുക്കാൻ ഈ ഒത്തുതീർപ്പ് വഴിയൊരുക്കും. വോഡാഫോൺ ഐഡിയയുടെ 49% ഓഹരി സർക്കാരിന്റെ പക്കലാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഈ ആഴ്ചയാണ് ഇന്ത്യ സന്ദർശനത്തിനെത്തുന്നത്. ഏകദേശം 2 ട്രില്യൺ രൂപ വിലമതിക്കുന്ന ഈ സാമ്പത്തിക തർക്കത്തിൽ പലിശയും പിഴയും എഴുതിത്തള്ളുന്നതിലൂടെയും മുതലിൽ ഇളവ് നൽകുന്നതിലൂടെയും പരിഹാരം ഉണ്ടാകാനാകുമെന്നാണ് കണക്കാക്കുന്നത്. AGR ഇളവ് അനുവദിക്കുന്ന പ്രക്രിയയിൽ എല്ലാ ടെലികോം ഓപ്പറേറ്റർമാരോടും നീതിപൂർവ്വം പെരുമാറുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ടെലികോം ഓപ്പറേറ്റർമാർക്ക് AGR തർക്കം വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ടെലികോം കമ്പനികൾ സർക്കാരിന് നൽകേണ്ട ലൈസൻസ് ഫീസും സ്പെക്ട്രം ഉപയോഗ ചാർജുകളും കണക്കാക്കാൻ ടെലികോം വകുപ്പ് ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ് AGR അഥവാ ക്രമീകരിച്ച മൊത്ത വരുമാനം. 2012 സുപ്രീം കോടതി വ്യക്തമാക്കിയതനുസരിച്ച് പലിശ, വാടക തുടങ്ങിയ ടെലികോം ഇതര വരുമാനം ഉൾപ്പെടെ ടെലികോം ഓപ്പറേറ്റർമാർ നേടിയ എല്ലാ വരുമാനവും AGRൽ ഉൾപ്പെടുന്നു. ഇത് കമ്പനികളുടെ ബാധ്യതകളെ ഗണ്യമായി വർദ്ധിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉപയോക്താക്കൾക്കായി പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങി വാട്സാപ്പ്. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കായി വാട്സാപ്പ് യൂസർ നെയിം ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതാണ് വാബീറ്റ ഇൻഫോയുടെ റിപ്പോർട്ട്. വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് കോൺടാക്റ്റുകളിൽ അധിക സുരക്ഷ നൽകുന്ന ഫീച്ചറാണിത്. പതിവ് കോൺടാക്ട് നമ്പറിന് പകരം ഒരു യൂസർ നെയിം ഉപയോഗിച്ച് ചാറ്റ് ചെയ്യാമെന്നതാണ് ഈ ഫീച്ചറിന്റെ പ്രധാന സവിശേഷത. ഫോൺ നമ്പറുകൾ ദുരുപയോഗം ചെയ്ത് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ വാട്സാപ്പിൽ മെസ്സേജുകൾ അയക്കുന്നത് ഇതോടെ കുറയ്ക്കാനാകുമെന്ന് മെറ്റ കരുതുന്നു. യൂസർ നെയിം മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും വാട്സാപ്പ് ഒരുക്കിയേക്കും. ഉപയോക്താക്കൾക്ക് അവരുടെ പ്രൊഫൈൽ സെറ്റിംഗ്സിൽ നിന്നും നേരിട്ട് യൂസർ നെയിം സൃഷ്ടിക്കാനും റിസർവ് ചെയ്യാനും സാധിക്കുന്നതാണ് ഫീച്ചർ. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമുള്ള സമാനമായ ഫീച്ചർ ലഭ്യമാണ്. വാട്സാപ്പിൽ കൂടുതൽ സ്വകാര്യതയും സുരക്ഷയും ഒരുക്കുന്നതിനായാണ് യൂസർ നെയിം ഫീച്ചർ മെറ്റ കൊണ്ടുവരുന്നത്. ഫോൺ നമ്പറിൽ അധിഷ്ഠിതമായ വാട്സാപ്പ് അക്കൗണ്ടുകളുടെ സ്ഥാനത്ത് ഓരോ വാട്സാപ്പ് ഉപയോക്താക്കൾക്കും ഒരു യൂസർ നെയിം ഉപയോഗത്തിനായി തിരഞ്ഞെടുക്കാം. ഈ യൂസർ നെയിം കൈവശമുള്ളവർക്ക് അത് ഉപയോഗിച്ച് മെസ്സേജുകൾ അയക്കാം. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി യൂസർ നെയിം കീ എന്ന ഓപ്ഷനും വാട്സാപ്പ് കൊണ്ടുവന്നേക്കും. വാട്സാപ്പ് യൂസർ നെയിം മറ്റൊരാളുടെ കയ്യിലുണ്ടെങ്കിലും അവർക്ക് മെസ്സേജുകൾ അയക്കണമെങ്കിൽ മാച്ചിങ് ആയ കീ വേണ്ടിവരുന്ന രീതിയിലാണ് ഈ സംവിധാനത്തിൽ ഉണ്ടാവുക. ഫീച്ചർ നിലവിൽ ബീറ്റ ടെസ്റ്റിംഗിലാണ്. ചില ആൻഡ്രോയിഡ് ബീറ്റ ഉപയോക്താക്കളിൽ ഈ ഫീച്ചർ പരീക്ഷിച്ചു വരികയാണ്. യൂസർ നെയിം ഫീച്ചർ കൂടുതൽ ബീറ്റ ടെസ്റ്റർമാർക്ക് ഉടൻ ലഭ്യമാകുമെന്നും പിന്നീട് എല്ലാവർക്കും ഫീച്ചർ ലഭ്യമാകുമെന്നും റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജനപ്രിയ SUV ആയ ടാറ്റ പഞ്ചിന് 1,58,000 രൂപ വരെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ഈ ഓഫറിൽ GST കിഴിവും മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടുന്നു. രാജ്യത്ത് ഉത്സവ സീസൺ ആരംഭിച്ചതോടെ ഉപഭോക്താക്കൾ കൂട്ടത്തോടെ കാറുകൾ ബുക്ക് ചെയ്യുകയാണ്. ആഭ്യന്തര കാർ നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് അവരുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന SUVകളിൽ ഒന്നായ പഞ്ചിന് 1,58,000 രൂപ വരെ ആനുകൂല്യങ്ങളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ ആനുകൂല്യങ്ങളിൽ 1,55,000 രൂപ വരെയുള്ള GST നികുതി കിഴിവും 45,000 രൂപ വരെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടുന്നു. ഗ്ലോബൽ, ഇന്ത്യ, NCAP എന്നിവയിൽ നിന്ന് കുടുംബ സുരക്ഷയ്ക്കുള്ള ക്രാഷ് ടെസ്റ്റുകളിൽ ടാറ്റ പഞ്ചിന് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. GST പരിഷ്കാരങ്ങൾക്ക് ശേഷം ടാറ്റ പഞ്ചിന്റെ എക്സ് ഷോറൂം വില 5,49,000 രൂപയിൽ ആരംഭിച്ച് ഏറ്റവും ഉയർന്ന മോഡലിന് 9,30,000 രൂപ വരെ എത്തിയിരുന്നു. കിഴിവുകൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്കും വിവിധ ഭൂപ്രദേശങ്ങൾക്കും ഓരോ നഗരത്തിലും ഡീലർഷിപ്പുകൾക്കും സ്റ്റോക്കിനും നിറത്തിനും വേരിയന്റിനുമൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.